മുക്കൂട്ട് മുന്നണി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മുക്കൂട്ട് മുന്നണി സംഭവം. മുക്കൂട്ട് മുന്നണിയെ അന്നത്തെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. മുക്കൂട്ട് ഉദ്ഭവം എന്നാണ് എഴുത്ത്. ഈ മുക്കൂട്ട് വരുന്നത് എവിടെ നിന്നാണ് എന്ന് സംശയമുണ്ടെങ്കിൽ അതും നോക്കാം. വൈദ്യശാലയിൽ നിന്നാണ്. 1960 തിരുവനന്തപുരത്ത് ഉയർന്ന ബോർഡാണ്. മുക്കൂട്ട് എന്നാൽ ആയുർവേദത്തിൽ നെല്ലിക്കയും താനിക്കയും കടുക്കയുമാണ്. ത്രിഫല എന്ന് സംസ്കൃതം. ഈ 3 വിരുദ്ധ ഫലങ്ങൾ ചേർന്നാൽ അത് ഉച്ചിയിൽ തണുപ്പിനുള്ള ഔഷധമാണ്. പട്ടം താണുപിള്ളയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ബാഫക്കി തങ്ങളുടെ മുസ്ലിം ലീഗ്, ഈ 2 പാർട്ടിയെയും നഖശിഖാന്തം എതിർത്തിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത് 3ഉം മുന്നണിയായപ്പോഴാണ് മുക്കൂട്ട് മുന്നണി എന്ന ആ പേര് വന്നത്. 1957 സോഷ്യലിസ്റ്റുകളും ലീഗും സഖ്യമായിരുന്നെങ്കിലും കോൺഗ്രസ് കടുത്ത ലീഗ് വിരുദ്ധരായിരുന്നു. ആ ലീഗ് വിരോധം കൊണ്ടുണ്ടായ ത്രികോണ മത്സരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റിയത്. 1960 ആ പാളിച്ച തിരുത്തി രൂപീകരിച്ചതാണ് മുക്കൂട്ട്. EMSനെ ചൈനീസ് ചാരനാക്കിയായിരുന്നു മുക്കൂട്ടിന്റെ മറുപടി. ചീനക്കാരുടെ ചാരന്മാരെ കേരളനാട് കൊതിക്കേണ്ട, കേരളനാട് ഭരിക്കാനായി വോട്ടും തേടി നടക്കേണ്ട, ഇതായിരുന്നു ആ മറുപടി മുദ്രാവാക്യം. തിരുക്കൊച്ചി മന്ത്രിസഭയെ പട്ടം താണുപിള്ള നയിച്ചിരുന്ന കാലത്തെ പോലീസ് വെടിവെപ്പും അന്ന് പ്രചാരണങ്ങളിൽ നിറഞ്ഞു. ഫലം വന്നപ്പോൾ 94 സീറ്റുമായി മുക്കൂട്ട് മുന്നണിയുടെ ഉജ്ജ്വല വിജയം. കോൺഗ്രസിന് 63 സീറ്റ്. 12 മത്സരിച്ച ലീഗ് 11 ജയിച്ചു. 20 സീറ്റ് കിട്ടിയ PSPയുടെ പട്ടം താണുപിള്ളയ്ക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനവും നൽകി. ഒപ്പം മത്സരിച്ചെങ്കിലും മുക്കൂട്ട് മുന്നണിയിലെ ലീഗിന് മന്ത്രിസഭയിൽ പ്രവേശിക്കാനായില്ല. ഇന്നത്തെ വയനാട്ടിലെ പോലെ അന്നും പച്ചക്കൊടി കോൺഗ്രസ് പതാകയ്ക്കൊപ്പം പാറിയില്ല. ലീഗിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് 1967 വരെ കാത്തിരിക്കേണ്ടി വന്നു. EMSന്റെ സപ്തകക്ഷി മന്ത്രിസഭയാണ് ആ പച്ച പരവതാനി വിരിച്ചത്. ഇലക്ഷൻ ഡെസ്ക് 24.